നമസ്കാരം, ഞാൻ നിങ്ങളുടെ ജോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഒരു ട്രാവലർ എങ്ങനെ ഓടിക്കുക എന്നതിനെ പറ്റിയാണ്. ഒരു 17 സീറ്റ് ട്രാവലറാണ്. അപ്പോൾ അതെങ്ങനെ ഓടിക്കുക എന്നതിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായി കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഒരു ട്രാവലർ എങ്ങനെ ഓടിക്കുക എന്നതിനെ പറ്റി നിങ്ങൾ മനസ്സിലാകത്തുള്ളൂ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ചെയ്യുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. നേരെ വീഡിയോയിലേക്ക്. അതിനിടെ ഞാനിപ്പോൾ വാഹനത്തിൽ കയറി ബ്രേക്കിൽ ചവിട്ടി സ്റ്റിയറിംഗിൽ പിടിച്ചു. നമ്മൾ സീറ്റൊക്കെ ക്ലിയർ ചെയ്യാൻ പോവുകയാണ്. ഇത് ഇവിടെയാണ് സീറ്റൊക്കെ ക്ലിയർ ചെയ്യുന്നതിൻ്റെ ആ കമ്പി ഇരിക്കുന്നത്. ഇത് നമ്മൾ നേരെ പൊക്കുക. ഈ ക്ലിപ്പ് പൊക്കി കഴിയുമ്പോഴാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് സീറ്റ് നിരക്കാം. അത് കറക്റ്റ് നമുക്ക് സീറ്റ് പൊസിഷൻ കറക്റ്റ് ആക്കുക. അതുപോലെ തന്നെ ഇത് പൊസിഷൻ കറക്റ്റ് ആയതിനു ശേഷം നമുക്ക് ചാര് ക്ലിയർ ആക്കുന്നത് ഇവിടെയാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാര് ക്ലിയർ ആകും. അതിന് ശേഷം നമ്മൾ വേണം എന്ത് ചെയ്യാൻ, ക്ലച്ച് ചവിട്ടി ന്യൂട്രാക്കി താക്കോൽ തിരി സ്റ്റാർട്ട് ചെയ്യാൻ. സാധാരണ രീതിയിൽ തന്നെ എല്ലാ വണ്ടിയുടെയും പോലെ തന്നെ താക്കോലൊക്കെ ഇവിടുന്ന് തന്നെയാണ്. അപ്പോൾ ഇനി ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ സ്റ്റാർട്ട് ആക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ട്രാവലറൊക്കെയാണ് അത് നമുക്ക് പുറത്തെ ടാക്സി വണ്ടികളൊക്കെ ആയതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മളത് ഒരു ആഴ്ച രണ്ടാഴ്ചയൊക്കെ ഓട്ടങ്ങളൊന്നും ഇല്ലാതെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ബാറ്ററി ഓഫ് ചെയ്തിടും. എന്നിട്ട് വേറൊരു ഡ്രൈവർ ആയിരിക്കും, ചിലപ്പം പുതിയതായിട്ട് ചിലപ്പോൾ ഒരു ഡ്രൈവർ ആയിരിക്കും വന്ന് ഓടിക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും, വന്നുവെച്ചാൽ ഇവിടെ സ്റ്റാർട്ട് ആകത്തില്ല. എന്ത് ചെയ്താൽ അപ്പം ചിലർക്ക് അറിയത്തില്ല അതിൻ്റെ എവിടെയാണ് ഓൺ ആക്കേണ്ടത്, എന്തെങ്കിലും ഓഫ് ആക്കി ഇട്ടേക്കണമെന്ന് അറിയത്തില്ല. അപ്പം നമ്മളിത് വണ്ടിയുടെ വാൽറ്റിയാണ്, ഇത് ഓഫ് ആക്കി ഇടുന്ന ഇതാണ്. നമുക്കിപ്പം കുറച്ച് ദിവസം ഓട്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ആക്കി ഇടണം. ചിലർ ഇതിങ്ങനെ തന്നെ ഇട്ടേക്കും, ഓൺ ആക്കിയിട്ട് തന്നെ ഇട്ടേക്കും. നമ്മൾ ഈ ഓട്ടത്തിലൊക്കെ ആകുമ്പോൾ നമ്മൾ തന്നെ ഓൺ ആക്കി ഇട്ടേക്കും. പിന്നെ നമുക്ക് 2-3 ദിവസം ഓട്ടം ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, എന്നിട്ട് ഇങ്ങനെ തിരിച്ച് ഓഫ് ആക്കി ഇടും. ഇത് ഈ ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എന്ത് ചെയ്യും, സ്റ്റാർട്ട് ആകത്തില്ല. എത്ര ചെയ്താലും സ്റ്റാർട്ട് ആകത്തില്ല. അത് കാരണം ബാറ്ററി ഓഫ് ചെയ്തിട്ടു. അപ്പോൾ നമുക്കിനി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഓൺ ആക്കി ഇടുക. ഇങ്ങനെയാണ് ഓൺ ആക്കി ഇടുന്നത്. ഓൺ ആക്കിയിട്ടതിന് ശേഷം നമ്മൾ ക്ലച്ച് ചവിട്ടി ന്യൂട്രാക്കുന്നത് എല്ലാ വണ്ടിക്കും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ വേണം ന്യൂട്രാണോ നോക്കാൻ. നമ്മൾ ഒരു കാരണവശാലും ഇതിൻ്റെ ഇങ്ങനെ നോക്കരുത്, കാരണം എല്ലാം നമുക്ക് ന്യൂട്രായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ മേളെ അങ്ങേ അറ്റവും താഴെ കൊണ്ടുവന്ന് സെൻറ്റർ ഇങ്ങനെ നോക്കിയിട്ട് വേണം ന്യൂട്രാണോ നോക്കാൻ. ന്യൂട്രായ ശേഷം ക്ലച്ചിൽ നിന്ന് കാല് മാറ്റി ബ്രേക്കിൽ തന്നെ കാല് വെച്ചിട്ടുണ്ട്. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, സ്റ്റാർട്ട് ചെയ്യാൻ. ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. സ്റ്റാർട്ട് ആയതിനു ശേഷം നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും, ഈ ഒരു രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഗിയറിൻ്റെ പൊസിഷൻ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. നമ്മൾ ഒരു കാരണവശാലും അല്ലാതെ എന്തില്ല, നമ്മൾ കാറിൻ്റെ കൂട്ട് അങ്ങോട്ട് വലിച്ചിടരുത്. നമ്മൾ ഇതിൻ്റെ പൊസിഷൻ അനുസരിച്ചാണ് എങ്ങനെയാണ് കിടക്കുന്നത്. നമുക്കിപ്പോൾ എവിടെ വന്നാലും എവിടെ കിടക്കുന്ന ഗിയർ ആണെങ്കിലും എന്ത് ചെയ്യാം, ഇവിടെയാണ് വന്ന് കിടക്കുന്നത് ന്യൂട്രൽ. ഇപ്പോൾ എവിടെ നമ്മൾ ഇട്ടാലും ന്യൂട്രാക്കി കഴിഞ്ഞാൽ ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കിടക്കുന്നത് എവിടെയാണ്, നമുക്ക് അങ്ങേ അറ്റത്തോട്ട് കൊണ്ടുപോയിട്ട് താഴോട്ടാണ്. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഇത്. ഞാനത് ഫസ്റ്റ് ഇടാൻ പോവാണ്. ഫസ്റ്റ് ഇട്ടതിന് ശേഷം എന്ത് ചെയ്തു, നമ്മുടെ മിററുകളെല്ലാം ക്ലിയർ ആണോ നോക്കി. ഹാൻഡ് ബ്രേക്ക് ഇവിടെയാണ്, ഹാൻഡ് ബ്രേക്ക് ഒക്കെ എടുത്ത് മാറ്റുകയാണ്. ഹാൻഡ് ബ്രേക്ക് മാറ്റുമ്പോൾ നമ്മളതുകൊണ്ട് തന്നെ മേളിലോട്ട് പൊക്കി ഞെക്കി താഴോട്ടാക്കി. അതിന് ശേഷം ഫസ്റ്റ് ഇട്ടു, മിററിൽ നോക്കി വണ്ടിയൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എന്ത് ചെയ്തു, നമ്മൾ ആ ഒരു ഇപ്പം ഞാനൊരു ചെറിയൊരു കയറ്റത്താ കിടക്കുന്നത് കൊണ്ട് എന്ത് ചെയ്തു, ആ വൈബ്രേഷൻ വന്നപ്പോൾ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റി മെല്ലെ ക്ലച്ചിൽ നിന്ന് കാലെടുത്തു. ഇങ്ങനെ മുമ്പോട്ട് എടുക്കുന്നു. ഇങ്ങനെയാണ് ഒരു ട്രാവലർ ഓടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോ കാണുമ്പോൾ ഗുഡ് ബൈ.